അപ്പൊ ഗൈസ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് പോയപ്പോ ബെല്ലാരി പോയപ്പോ അവിടുന്ന് നമുക്ക് ഒരു അമ്മാവന്റെ ഹോട്ടലിൽ കയറിയപ്പോ കാണിച്ചു തന്നൊരു ഐറ്റം ഉണ്ട്, ബെല്ലാരി ബീഫ്. അപ്പൊ എല്ലാവരും പറയും ഇങ്ങനെ ചിക്കനും ഫിഷും മാത്രം വെച്ച് ചെയ്താൽ മതി, ഇടയ്ക്കൊക്കെ ഒന്ന് ബീഫിന്റെ ഐറ്റംസും കൂടി ഇടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് ബെല്ലാരി ബീഫ് ഉണ്ടാക്കാൻ പോകണം. അതിന് നമ്മൾ നല്ല ബീഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ബീഫാണ്. ഇത് എന്ത് ചെയ്യാണ്, നമ്മൾ കുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ബെല്ലാരി ബീഫ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ഐറ്റംസ് നമ്മൾ കാണിച്ചു തരാം. നമ്മളെ ബെല്ലാരി ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം സ്ക്വയർ ആയിട്ട് ഓരോ പീസ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, കട്ടിങ് ഒക്കെ നടക്കുകയാണ് ബോയ്സ്. നമ്മള് പയ്യന്മാരൊക്കെ ഫുൾ എനർജറ്റിക് ആയിട്ട് ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ബീഫ് കൊണ്ടൊരു ഐറ്റാണ്. അപ്പോൾ ബെല്ലാരി ബീഫിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മളെ ബീഫാണ്, അതായത് മല്ലിപ്പൊടി അധികം വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇറച്ചിയിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബെല്ലാരി ബീഫൊക്കെ ആവശ്യമായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 5 ചെറിയ ഉള്ളി, കൊച്ചുള്ളി നമ്മൾ ഇട്ടിട്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ആറഞ്ചം പൊറഞ്ചം ഇതൊന്നും അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ പേസ്റ്റ് ഒക്കെ എല്ലാ ഇറച്ചിമേലും പേസ്റ്റായിട്ട് കോട്ട് ചെയ്യണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സിങ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിലേക്ക് ഈ സാധനം ആഡ് ചെയ്യാം. ഈ ബീഫ് നമുക്ക് ഇതിലേക്ക് ചെയ്യും, വെള്ളം ഊറി വരും. നമുക്ക് ജസ്റ്റ് നമ്മളെ ബെല്ലാരി ബീഫ് അവിടെ കുക്കറിൽ തയ്യാറാവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ലേശം ക്രിസ്പിനെസ്സിനും അതേപോലെ നമ്മളെ സ്പൈസസിനും വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എടുക്കാണ്ട്. അതിന് വലിയ ജീരകം, നമ്മളെ കൊണ്ടാട്ട മുളക് എന്നൊക്കെ പറയും, ഡ്രൈ ചില്ലി, ഇതും മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ബെല്ലാരി ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇട്ട മക്കളെ, ഇതിലൊരിക്കലും ഓയിലും സൺഫ്ലവർ ഓയിലും ഒന്നും ഉപയോഗിക്കരുത്. നമ്മളിവിടെ നന്മ വെളിച്ചെണ്ണയാണ് നമ്മളെ UAE അവൈലബിൾ ആയിട്ടുള്ളത്, അത് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ ആദ്യമായിട്ട് ചെറിയുള്ളി, കൊച്ചുള്ളി ഇടുകയാണ്. കറിവേപ്പില ഇട്ട് സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. പോകുവാൻ സമയമില്ല, ബാക്കിയില്ല. എനിക്ക് വേണ്ടതോ തക്കാളി ഇടാൻ ഗൈസ്. നമ്മൾ കണ്ടില്ലേ, നമ്മൾ ബീഫ് സെറ്റാക്കിയിട്ട് ഒരു തരി വെള്ളം പോലും കൂട്ടാതെ നമ്മൾ ബീഫ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് ക്രിസ്പിനെസ് ആയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുന്നവരെ ചട്ടിയിലിട്ട് എടുക്കാം. നമ്മളെ മസാലയ്ക്ക് നമ്മളെ ബെല്ലാരി ബീഫ് തട്ടാണ്. ആൾറെഡി ഇതിൽ കുറേ വെള്ളം ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് എടുക്കണം, നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. ഓക്കെ, തെക്കന്മാർ പറഞ്ഞത് ബീഫ് ജിഞ്ചിനാക്കിന്നാണ്. അരച്ചതും അതേപോലെ ജീരകം, പെരുംജീരകം, പിന്നെ കസൂരി മേത്തി, ഇതെന്ത് ചെയ്യാണ്, നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബെല്ലാരി ബീഫിൽ നമ്മൾ ലാസ്റ്റ് ടച്ച് ഒരു അരമുറി ചെറുനാരങ്ങ, ബാക്കി വേപ്പില, മല്ലിച്ചപ്പ് ആയിട്ടുണ്ട്. നമ്മളെ ബീഫ് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. നമ്മളത് ലാസ്റ്റ് വീഡിയോസിൽ കാണിക്കുന്നതാണ് എത്ര ഡ്രൈ ചെയ്താവുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു രസം ഇവിടെ ഞാൻ എടുത്തു വച്ചിട്ട്. ഓക്കെ, സൂപ്പർ കിടക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെർവ് ചെയ്യാം. എല്ലാവരും കൂടി കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഒടുവിൽ നമ്മളെ ബീഫ് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കുകയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. ബീഫ് എന്ന് വെച്ചാൽ മിയ ബെല്ലാരിത്തെ മാമ സമ്മതിക്കണം കേട്ടോ. മ്യൂസിക്കാർക്ക് റെസിപ്പി പറഞ്ഞു കൊടുത്തത് ആൾക്ക് 100 സല്യൂട്ട്. ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ ഇന്ന് നമ്മളെ ഡയറ്റ് തുടങ്ങിയ ഒരാളാണ് നമ്മളെ കബീർ ഭായി. അപ്പോൾ മൂപ്പര് ഇതിന്റെ മണൊക്കെ കേട്ടിട്ട് മൂപ്പര് ഉഷാറായി എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് കഴിച്ചിട്ടുണ്ട്. ഓക്കെ,
മൂസിക്കാടെ യാത്ര തുടരട്ടെ. ഇതേപോലത്തെ പുതിയ പുതിയ റെസിപ്പികൾ ഇനിയും വരട്ടെ.